Hi, good morning. Where is you? Am I audible? Yes, sir. Yes, sir. Okay. നമ്മളിപ്പോൾ ഇനി ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അല്ലേ? ഹോസ്പിറ്റൽ ഓക്കെ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു ബാങ്ക് കൺസിഡർ ചെയ്യുക. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബാങ്ക്? ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണ്? One second. Hello? One second. Hold on. ഓക്കെ, എനിക്കൊരു ചെറിയ എമർജൻസി കോളുണ്ട്, അത് ഇട്ടേക്കാം. അത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കട്ട് ചെയ്തോളാം. അപ്പം നമ്മൾ ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു ഫാക്ടർ എന്നുള്ളത്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. വൈ? ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് പിൻവലിച്ചാൽ ഒരു ബാങ്ക് കൊളാപ്സ് ആവാന്നുള്ളൂ. അത്രേ ഉള്ളൂ ഒരു ബാങ്കിന്റെ ലൈഫ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ബാങ്കിന് 5-10 ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, ലക്ഷം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അവരവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ്, അവരത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ക്യാഷ്, ആ ക്യാഷാണ് ബാങ്കിന്റെ പ്രിൻസിപ്പൽ, ലൈക്ക് ക്യാപിറ്റൽ മണി എന്ന് പറയുന്നത്. ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ബാങ്കിന്റെ ക്യാപിറ്റൽ മണി. അപ്പോൾ ആ ക്യാപിറ്റൽ മണി വെച്ചിട്ടാണ് ബാങ്ക് റോൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ റോളിംഗ് പ്രോസസ്. ബാങ്ക് കിട്ടുന്ന കാശ്, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ബാങ്ക് എടുത്ത് ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കും. ലോണായിട്ട് കൊടുത്തതിന് ശേഷം ആ ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും. ഹയർ ഇൻട്രസ്റ്റ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ഡെപ്പോസിറ്റ്സ്. ഡെപ്പോസിറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും ബാങ്ക് കിട്ടുന്നത്. ആ കിട്ടുന്നത് ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ലോ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് മണി കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ കിട്ടുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കായി കുറച്ച് ഇൻട്രസ്റ്റ് ആണ് ബാങ്കിലേക്ക് ഇടുന്നവർക്ക് കൊടുക്കുന്നത്. ആ കിട്ടുന്ന ഗ്യാപ്പാണ് ബാങ്കിന്റെ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരാളിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരാളല്ല ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിലേക്ക് നിങ്ങൾ എഫ് ഡി ഇടുകയാണെന്ന് വെച്ചു. ജസ്റ്റ് 1 ഇയറിലേക്ക് നിങ്ങൾ 1 ഇയർ ഒരു മെച്യൂരിറ്റി പീരീഡിലേക്ക് ഒരു എഫ് ഡി ഇടുന്നു വിത്ത് 7% ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. മാക്സിമം പോയാൽ 7 up to 6-7 അവിടെ വരെ തരുള്ളൂ. എന്നാൽ ബാങ്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കാർ ലോൺ 8%, SBI 8.5 ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വേരിയേഷൻ വരാറുണ്ട്. എന്നിരുന്നാലും ബാക്കി എല്ലാ ലോണുകളും മോർ ദാൻ 8.5 ആണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ ബാങ്ക് 9% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് മണി ലെൻഡ് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 7%. നിങ്ങൾ കാശ് തരുന്ന അല്ലെങ്കിൽ മറ്റൊരു കസ്റ്റമർ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നത് 9%. ആ 2% ഡിഫറൻസ് ഉണ്ട്. ഒരു 1 lakh എടുക്കുന്നെങ്കിൽ 2% ആ ഒരു ട്രാൻസാക്ഷൻ. ഒരാളിൽ നിന്ന് വാങ്ങിച്ച് വേറൊരാളിലേക്ക് കൊടുക്കുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് ബാങ്ക് നിൽക്കുമ്പോൾ ബാങ്ക് റിസീവ് ചെയ്യുന്നത് 2% ആണ്. ഒരു കസ്റ്റമറിന്റെ കേസ് ഇതേപോലെ ബാങ്കിന് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും, അത്രയും കസ്റ്റമറുടെ ആ ഡിഫറൻസ്, ആ ലെൻഡിങ് ആൻഡ് ബൈയിങ് തമ്മിലുള്ള ഡിഫറൻസിനകത്താണ് ബാങ്കിന്റെ എന്താ പറയുക പ്രോഫിറ്റും റണ്ണിങ് കോസ്റ്റും വരുന്നത്. ഇനി ബാങ്ക് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സിനിമകളിലൊക്കെ ഉണ്ടാവും ഈ ജപ്തി പരിപാടികളൊക്കെ കണ്ടുണ്ടാവില്ലേ? വരുന്നു, ഒരു നോട്ടീസ് വരുന്നു, ഇത്ര ദിവസങ്ങൾ ജപ്തി ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ആളെ ഇറക്കി വിടുന്നു. ആ ജപ്തി പരിപാടിയൊന്നും കേരളത്തിൽ ഇപ്പോ ലാസ്റ്റ് 2 to 5 yearsനകത്ത് കണ്ടിട്ടുകൂടില്ല. റിക്കവറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. യുനോ വൈ? എന്തുകൊണ്ടായിരിക്കും റിക്കവറി ഇപ്പോൾ പഴയതുപോലെ അത്ര ഇല്ലാത്ത?
പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് ഒരാളെ റിക്കവർ ചെയ്യുമ്പോൾ മറ്റേ നോട്ടീസൊക്കെ കൊണ്ട് ഒട്ടിക്കുന്നു, 2 ദിവസം റിക്കവർ ചെയ്യുമെന്ന് പറയുന്നു, റിക്കവർ ചെയ്ത് മാറ്റുന്നു, ബാങ്കിന് നഷ്ടം വരാത്ത രീതിയിൽ റിക്കവർ ചെയ്ത് മാറ്റുന്നു. ബട്ട് ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ റിക്കവറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ റയറായിട്ട് സംഭവിക്കുന്നുള്ളൂ. ഞാനൊരു ബാങ്കറെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവൻ കാനറ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. ഈ ആളുകൾ ഈ ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്ത് തോന്നുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ കുറവാണ്, എന്നിരുന്നാലും അങ്ങനെ ഒരു വീട് റിക്കവർ പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ അത് കൂടുതലും ബാങ്കിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് കസ്റ്റമേഴ്സ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ടെൻഡൻസി കുറയും. ബാങ്കിലേക്ക് ടെൻഡൻസി വരുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും പയ്യെ പയ്യെ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കുറയും. സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ റെഡ്യൂസ്ഡ് ആവും, പ്രോഫിറ്റ് കുറയും, സ്വാഭാവികമായിട്ടും കൊളാപ്സ് ആയിരിക്കും. അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും, അത് കടം വാങ്ങുന്നവനായാലും കടം കൊടുക്കുന്നവനായാലും, മീൻസ് പൈസ ബാങ്കിലേക്ക് ഇടുന്നതിനായാലും ശരി, ബാങ്കിൽ പൈസ എടുക്കുന്നതിനായാലും ശരി, കസ്റ്റമറിന് അത്രേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, കസ്റ്റമർ റിലേഷൻ ഓഫീസർ CRO എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ കസ്റ്റമർ സർവീസ് CRM, കസ്റ്റമർ സർവീസ് അവരുടെ എല്ലായിടും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ബാങ്കിലും എല്ലായിടും, നമ്മുടെ കോളേജിൽ തന്നെ ഉള്ളൂ, ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കസ്റ്റമർ റിലേഷൻ ഓഫീസർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ CRM എന്ന് പറയും, കസ്റ്റമർ റിലേഷൻ മാനേജർ. അതായത് കുറെ ഓഫീസേഴ്സിന് ഒരു മാനേജർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ CRM-നെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ CRO-യെ ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്തതിന് പുറത്ത് CRO അല്ലെങ്കിൽ CRM അത് ആക്ഷൻ എടുത്ത്, മീൻസ് നമുക്ക് ഫേവർ ആവുന്ന രീതിയിൽ, കമ്പനിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് സോറി പറയുകയോ അല്ലെങ്കിൽ നമുക്ക് ഫേവർ ആവുന്ന രീതിയിൽ മാറ്റി ചെയ്യും. കാരണം കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ, കാരണം ഇപ്പോഴത്തെ കാലത്ത് റിവ്യൂ, ഓൺലൈൻ റിവ്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എന്തൊരു സാധനം വാങ്ങാൻ പോയാലും നിങ്ങൾ റിവ്യൂ അല്ലേ, ചുമ്മാ നിങ്ങൾ ഒരു റിവ്യൂ ജസ്റ്റ് ഗൂഗിൾ ചെയ്താണ്, അപ്പൊ തന്നെ ഫസ്റ്റ് വരുന്നത് അതിനെ ബന്ധപ്പെട്ട റിവ്യൂസും ഏതെങ്കിലും അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരാണ്. റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ വർക്ക് ആ ഒരു കാര്യം ഒരാവശ്യമില്ല നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ പ്രോഡക്റ്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഇത് ഓർമ്മയുണ്ടോ, മറ്റേ നമ്മുടെ MGയുടെ ഗ്ലോസ്റ്റ് എന്നും പറഞ്ഞൊരു വണ്ടി, അപ്പൊ ശരി MGയുടെ ഗ്ലോസ്റ്റ് ഒരു മോഡൽ ഉണ്ടാകും അല്ലേ. നമ്മുടെ ഒരു ബ്ലോഗർ സുജിത്തിന്റെ ഒരു ബ്ലോഗിലൂടെ ആ വണ്ടി പുള്ളി എടുത്തിട്ട് ആ ബ്ലോഗ് ചെയ്തതിൻ്റെ അകത്ത് ഉണ്ടായ ഡിഫിക്കൽട്ടി കാരണം അതിന്റെ ഗ്ലോബൽ മാർക്കറ്റിനെ വരെ അഫക്ട് ചെയ്തു. എന്താ ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ്, മകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. നമ്മളെ സുജിത്തിന്റെ കേസ് പറഞ്ഞ പോലെ പുള്ളിയുടെ റിവ്യൂ കാരണം ആ പ്രോഡക്റ്റിനുണ്ടായ ഇമ്പാക്ട് ചെറുതല്ല. ആ ഒരു പ്രോഡക്റ്റ് എൻ്റെ മാർക്കറ്റിലും കൊളാപ്സ് ആയി പോയത്. 50 ലക്ഷം രൂപയുടെ ഫോർച്യൂണറിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന 2.5 ലിറ്റർ എഞ്ചിനാണ് നടന്നത്. ഒരു നല്ല എഞ്ചിനായിരുന്നു. ആ റിവ്യൂല് ആ സമയത്ത് നമ്മളെ കോവിഡ് ടൈമിലായതുകൊണ്ട് എല്ലാവരും ഗൂഗിൾ നോക്കിയെങ്കിൽ ഇന്റർനെറ്റ് യൂട്യൂബൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ വണ്ടിയുടെ ഗ്ലോബൽ മാർക്കറ്റ്, ഇന്ത്യയിലുള്ള ഗ്ലോബൽ മാർക്കറ്റ് ഇന്ത്യയല്ല, MG ഇറക്കിയത് ഇവിടെയാണ്. ഇന്ത്യയിൽ ഇറക്കിയതിനകത്ത് ആ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ കൊളാപ്സ് ആയിപ്പോയി. ആ ഒരു മോഡൽ ഇപ്പോഴും ഫെയിലർ ആയിട്ടാണ് പറയാൻ പറ്റും. MGയുടെ ഹെക്ടർ പിന്നെയും ബെറ്റർ ആണ്, ബെറ്റർ മീൻസ് കമ്പാരബിളി സെയിൽസ് ഉണ്ട്. അപ്പം റിവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇക്കാലത്ത് ഒരു ബാങ്കിനെ പറ്റി മോശമായിട്ട് റിവ്യൂ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും. ബാങ്ക് എന്നൊക്കെ പറയുന്നത് പ്യൂർലി റെപ്യൂട്ടേഷൻ്റെ മാത്രം ഒന്ന് കളിക്കുന്ന സ്ഥാപനമാണ്. കാരണം വൺസ് ഇത് ആളുകൾ സഡനായിട്ട് മാക്സിമം എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ
കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിത്തൗട്ട് എനി ഡൗട്ട് കൊളാപ്സ്. സ്വാഭാവികമായിട്ട് തകർന്നു പോവുകയാണ് ചെയ്യും. കാരണം ഇത് ട്രാൻസാക്ഷൻ ആണ്, എടുക്കുക വാങ്ങുന്ന ട്രാൻസാക്ഷൻ മാത്രമാണ്. അപ്പൊ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൺസ്യൂമർ ടു കസ്റ്റമർ പോലെ അല്ല ഇത്. ഒരു ബാങ്കർ ടു കസ്റ്റമർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ, ബാങ്കർ വളരെ റെസ്പെക്റ്റോടു കൂടി, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോകും, വേരിയേഷൻ ഉണ്ട്. പ്രൈവറ്റൈസ്ഡ് ബാങ്കും നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് SBI ചെന്നിട്ടാണെങ്കിൽ സാറ് അടിച്ച് ബഹുമാനത്തിൽ സംസാരിക്കുമ്പോൾ ഇച്ചിരി ബഹുമാനക്കുറവൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളൊരു പ്രൈവറ്റ് ബാങ്കിലാണ് പോകുന്നത്, അപ്പം ലൈക്ക് ഫെഡറൽ ബാങ്ക്, അങ്ങനത്തെ ബാങ്കുകളൊക്കെ, അങ്ങനത്തെ ബാങ്കുകളിൽ വളരെ സ്നേഹത്തോടു കൂടി, വളരെ റെസ്പെക്റ്റോടു കൂടി സാർ ഇരിക്കും, ചായ തരാം, ഡെപ്പോസിറ്റ് മാനേജർ അക്കൗണ്ട് വേണം, അങ്ങനെ ഭയങ്കര കെയറിങ് ഒക്കെ ഉണ്ടാവും. അത് അറിയാലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെഗ്മെന്റ് മാറുന്നതനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ പറയാ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്വാളിറ്റി നല്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചേഞ്ചസ് ആണ്. അതെല്ലാവരും ഒരേപോലെ ഉണ്ടാവണം, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ബട്ട് ആ ഒരു ക്വാളിറ്റി, കാരണം നാഷണലൈസ്ഡ് ബാങ്കിനോടുള്ള വിശ്വാസം ഒരിക്കലും പ്രൈവറ്റ് ബാങ്കിനോട് ആൾക്ക് വരുന്നില്ല. പിന്നെ ചില സമയത്ത് പ്രൈവറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കും, ചിലത് അങ്ങനെ. ഇതുമല്ലാതെ വേറെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, ആളുകൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചില ബാങ്കുകൾ. ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാങ്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ധനകാര്യ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ആക്കി നിങ്ങൾക്കൊരു ബാങ്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വേണ്ട വരുന്നുണ്ടോ? അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് വെച്ചു, നിങ്ങൾ ഇത് മണി ഇൻട്രസ്റ്റ് റേറ്റിന് മണി കൊടുക്കുകയാണെന്ന് വെച്ചു, നിങ്ങളിപ്പോൾ അല്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുകയാണെന്ന് വാങ്ങാൻ ആളുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലും വട്ടിപ്പലിശക്കാരുണ്ട്, നല്ല കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ആളുകൾ ഡെയിലി ബേസിസിൽ ഡെയിലി ഒരു ദിവസത്തേക്കുള്ള മാത്രം 100 കൊടുത്ത് വൈകുന്നേരം 150 രൂപ വാങ്ങിച്ചിട്ട് വന്നൊരു പരിപാടിയുണ്ട്, അല്ലെ 500 കൊടുത്തിട്ട് 600-650 രൂപ പിടിച്ച് വാങ്ങിച്ചിട്ട് വന്നൊരു പരിപാടിയുണ്ട്, കൊടുത്തില്ല ഒരു കുത്തിന് പിടിച്ച് വാങ്ങിച്ചിട്ട്. അപ്പൊ അങ്ങനെ അതൊരു ക്രൈം പോലായി വന്നപ്പോഴാണ് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സർക്കാരും അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് കണക്കിൽപ്പെടാത്ത കാര്യങ്ങളാണ്. ആ കൊടുക്കുന്ന ക്യാഷ് ഒരിക്കലും അക്കൗണ്ട് ക്യാഷ് അല്ല. ഈ ഓപ്പറേഷൻ കുബേര പിടിച്ച് മൊത്തം ബ്ലാക്ക് ആണ്. കാര്യം ഈ കൊടുക്കുന്നവൻ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതിനുശേഷം വൈകുന്നേരം തിരിച്ച് വാങ്ങുന്നതും ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ്. ഒരിക്കലും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ QR സ്കാൻ വഴി അക്കൗണ്ടിലേക്ക് അയക്കാൻ അത് പോസിബിൾ അല്ല. സോ അതിനകത്ത് ഒരുപാട് ഇല്ലീഗൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗവൺമെന്റ് നിരോധിക്കുകയും അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോ ബാങ്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ബാങ്കറെ സംബന്ധിച്ചിടത്തോളം. കാരണം കസ്റ്റമറെ ഹാപ്പി ആയി കൊണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കസ്റ്റമറിന് സന്തോഷപ്പെടുകയും കസ്റ്റമർ വേറെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് മറ്റു കസ്റ്റമറിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ആവുകയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുന്നു ആ ബാങ്ക് നല്ല കിടിലൻ സർവീസ് രക്ഷയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള നമുക്കൊരു അക്കൗണ്ട് അവിടെ തുടങ്ങാം, അല്ലെ അവരുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓഫറാണ്. എന്തിനാണ് ഈ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഇല്ലേ? അല്ലാതെ കസ്റ്റമേഴ്സ് അട്രാക്ട് ആകുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫർ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഒരു ബാങ്ക് ഒരിക്കലും അവരുടെ പ്രോഫിറ്റ് ലോസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും തരില്ല, ഒരു ബാങ്കും തരില്ല. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്താലും ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് റെഗുലർ അക്കൗണ്ട് ക്യാഷ് ആണ്, ക്രെഡിറ്റ് ആണെങ്കിൽ ഒരു 1 month ഡ്യൂറേഷനുള്ള ഗ്യാപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ വല്ല ലോഞ്ച് ഫ്രീ അങ്ങനെ കുറച്ച് ആക്സസ് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാവും. എന്നിരുന്നാലും ക്രെഡിറ്റ് കാർഡ് തന്നെ ആരും നിർബന്ധിക്കുകയല്ല, എടുത്തവരൊക്കെ പെട്ടെന്ന് എനിക്കറിയാം, ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാർഗങ്ങളിലേക്ക് എത്തിക്കാം. പിന്നെ അപ്പോൾ റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമ്മള് ജനറൽ റിലേഷൻഷിപ്പിനെ നമ്മള് ഡെപ്റ്ററും ക്രെഡിറ്ററുമായിട്ട് പറയും. ഇപ്പൊ ബാങ്കാണ് ഡെപ്റ്റർ എങ്കിൽ മറ്റേ ഞാനൊരു അക്കൗണ്ട് പോയി തുടങ്ങുന്നു, അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇപ്പം അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഇത് അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ബാങ്കിലുള്ളത്. ഒരിക്കലും നിങ്ങൾക്ക് ലിക്വിഡ് ക്യാഷ് കൈ തരുന്നെങ്കിലും
ആലോചിക്കുക, നിങ്ങളിപ്പോൾ ചെക്ക് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ലിക്വിഡ് ക്യാഷ് വാങ്ങും, 50,000 മുകളിലാണ് സാർ ലിക്വിഡ് ക്യാഷ് എത്ര വേണം? യെസ് സാറിന്റെ വോയിസ് ഭയങ്കര കുറവാണ്, ശബ്ദം കുറവാണ്, പിന്നെ ബ്രേക്ക് ആവുന്നുണ്ട്. ഭയങ്കര കുറവാ, കേട്ടില്ല, സൗണ്ട് നല്ലതായിട്ടില്ല. സൗണ്ട് കേൾക്കുന്നില്ലേ? കുറവാ, ഫോണിൽ ഭയങ്കര കുറവാണ്. കുറവാ. എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് അണ്ണാക്കര വെള്ളം പറ്റും, നമ്മൾ വെള്ളം വെച്ചിട്ട്. ഓക്കെ, അല്ല ഞാൻ ക്യാമ്പസിലല്ല, ഞാൻ എൻ്റെ ഫോൺ വൈഫൈയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലാണ്, അതിൻ്റെതായ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ആദ്യമേ ഓഡിയോ ആണോ ചോദിച്ചപ്പോൾ ആരൊന്നും പറഞ്ഞല്ലോ. ഹലോ സാർ, കേൾക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം ഭയങ്കര കുറവാണ്. പിന്നെ വീഡിയോ അങ്ങനെ സ്റ്റക്കായിരിക്കാണ്. വീഡിയോ സ്റ്റക്കായിരിക്കുന്നു. ഇപ്പൊ കേൾക്കാമോ ഞാൻ പറയുന്നത്? ഓക്കെ, അല്ല, അപ്പൊ ഇത് ഫോണിൽ നിന്നാണ്. ഫോണിൽ നിൽക്കുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം PPT നോക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓഡിബിൾ ആണല്ലോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ എനിക്ക് ആദ്യം പോലെ പറയാം. ഇപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്ക് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഹലോ, കേൾക്കുന്നതോ? കേൾക്കുന്നുണ്ട് സാർ. നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്കിലേക്ക് ആളുകൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ബാങ്ക് ആളുകൾക്ക് ക്യാഷ് കൊടുക്കുന്നു. സാർ പ്രശ്നം ലെഫ്റ്റ് മീറ്റിംഗ് എന്തേ? ഞാനേ സാർ കുഴപ്പമൊന്നുമില്ല. ലാപ്പിൽ നിന്ന് മാറി ഫോണിലോട്ട് കണക്ട് ചെയ്തപ്പോ കുറെ എണ്ണം ഇറങ്ങിപ്പോ. എന്താ ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് പോയതാ? സാധ്യതയുണ്ട് സാർ. അത് നല്ല പരിപാടിയാണല്ലോ. അപ്പൊ ഇവനൊക്കെ എന്താ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സാറിന് ക്ലാസ് കട്ടാകുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി? കൊള്ളാം. ഓക്കെ, അപ്പം പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഒരു ബാങ്കറും തമ്മിലുള്ള റിലേഷൻ, മീൻസ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, കസ്റ്റമർ എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലയൻ്റ് ആണ്. കാരണം വൺസ് ഒരു ബാങ്ക് കൊളാപ്സ് ആവാൻ, കസ്റ്റമർ ഇൻവെസ്റ്റ്മെന്റ്സ് അവർ വിഡ്രോ ചെയ്ത് തിരിച്ച് പിൻവലിച്ചു കഴിഞ്ഞാൽ, ബൾക്കായിട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പിന്നീട് കസ്റ്റമർ റിലേഷൻ മീൻസ് സഡൻ ആയിട്ട് ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് ഞങ്ങളുടെ ക്യാഷ് വേണം, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് തിരിച്ചെന്ന് പറഞ്ഞാൽ, ബാങ്കിന്റെ കയ്യിൽ ഇൻസ്റ്റന്റ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ വന്നാൽ, അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് ക്യാഷ് ഇല്ലാതെ വന്നാൽ ആ ബാങ്ക് കൊളാപ്സ് ആയെന്ന് അർത്ഥം. കാരണം അവിടെ ലിക്വിഡിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ബാങ്കിൻ്റെ ക്യാഷ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാതെ വന്നാൽ
ആളുകൾ വയലന്റ് ആവുന്ന പിന്നത്തെ കേസ്, അല്ലാതെ തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ക്രെഡിബിലിറ്റി ബാധിക്കും. വൺസ് അങ്ങനെ ഒരു ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, ബാങ്കിന്റെ ക്യാഷ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവർക്ക് ക്യാഷ് കടം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊടുക്കുന്ന ആൾക്കാർക്ക് കടം കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലും, ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ക്യാഷ് വളരെ കുറവായിരിക്കും, പലിശ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. എന്നാൽ ബാങ്ക് തിരിച്ചു കൊടുക്കുന്നത് തിരിച്ച് കൂടുതലായിരിക്കും. കാരണം ആ ഡിഫറൻസ് ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ബാങ്കിലേക്ക് FD ഇടുന്നു, മാക്സിമം 7% ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നിങ്ങൾ FD ഇടാൻ പറ്റുള്ളൂ. ആ സമയത്ത് ബാങ്കിൽ നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യും, മീൻസ് ഒരു കടം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മോർ ദാൻ 11%. ഏറ്റവും കുറവ് എനിക്ക് SBI എങ്ങാണ്ട് കാർ ലോൺ അങ്ങനെ 8.5% ആണ്. സോ അതിന് മുകളിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ആ ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആണ് ബാങ്കിന്റെ പ്രോഫിറ്റ് ഫ്രം എ സിംഗിൾ കസ്റ്റമർ. ഇതേപോലെ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ആണ് ഒരു ബാങ്കിനുള്ളത്. ഒന്ന് ആലോചിക്കുക, ഒരു മാസത്തേക്ക് 2%, 1,00,000 രൂപയ്ക്ക് 2% എന്ന് പറയുമ്പോഴത്തേക്ക് 2,000 രൂപ കിട്ടുമെന്ന് വെച്ചു. 2,000 രൂപ ഇല്ലേ 2%? യെസ്, 2,000 റുപ്പീസ് ആണ് നമുക്ക് ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത്. 1,00,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരിടുന്നതെല്ലാം 1,00,000 രൂപയല്ല, മോർ ദാൻ അത് കൂടുതലാവാം, കുറവായിരിക്കും. ആവറേജ് കൂട്ടിയാൽ തന്നെ ഒരു ബാങ്കിന് ഒരു വർഷത്തെ പ്രോഫിറ്റ് ഏകദേശം എത്ര തരും? അത് ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇടയ്ക്ക് SBIയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇത്ര പ്രോഫിറ്റ്, നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അവർ പറയാറുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഏറെ ക്യാഷ് അവിടെ റോൾ ചെയ്യുന്നതുകൊണ്ടാണ്, ഇത്രയും കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് റേസ് ചെയ്യുന്നതനുസരിച്ച് ബാങ്കിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് കസ്റ്റമർ, ഒരു സെക്കൻഡ്, ഓക്കെ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നുണ്ടല്ലോ, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കസ്റ്റമർ എന്ന് പറയുന്നത് വളരെ പ്രയർ ആയിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റാണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ്, കാരണം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരു ബാങ്ക് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്. ആളുകൾക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ്, ചൂസിങ് പവർ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടോടെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഓരോ ബാങ്കും നിങ്ങളുടെ സർവീസ് മൈൻഡിൽ നിങ്ങളിപ്പോൾ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് കസ്റ്റമറാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. കസ്റ്റമർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു കമ്പനി സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരു കസ്റ്റമർ റിലേഷൻ ഓഫീസർ, കസ്റ്റമർ റിലേഷൻ മാനേജർ എന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഡയറക്റ്റ് മാനേജർ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഒരു എംപ്ലോയി, ഒരു ബാങ്കിലുള്ള ഒരു ബാങ്കറിൽ നിന്നുള്ള ഒന്ന് മോശം അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു പ്രോബ്ലം അതെങ്ങനെയാണ്, ദ കോസ്റ്റ് ഓഫ് പ്രോബ്ലം ദേ വിൽ സോൾവ് ഇറ്റ്. അങ്ങനെ സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബാങ്കിനോട് വീണ്ടും പോകാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പോവില്ല. അങ്ങനെ പോയില്ലെങ്കിൽ ആ ബാങ്ക് പയ്യെ ഒരു കസ്റ്റമർ നഷ്ടപ്പെടുന്നു. സിമിലർലി ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ബാങ്ക് കൊളാപ്സ് ആവും. ഒരു എക്സാമ്പിൾ വെച്ചാൽ, പണ്ട് നിങ്ങൾക്കറിയാം BSNL എന്നും പറഞ്ഞിട്ട് ഭാരത് സർക്കാർ നിഗം ലിമിറ്റഡ് എന്നും പറഞ്ഞിട്ട് ഒരു സിം ഉണ്ടായിരുന്നു, BSNL. ചിലരൊക്കെ പിഴി യൂസ് ചെയ്യുന്നുണ്ടാവും. വളരെ മാന്യമായിട്ട് പൊക്കോട്ടിരുന്നതാണ്. അവിടുത്തെ കസ്റ്റമേഴ്സിനോട് വളരെ മോശമായിട്ട് അവർക്ക് താല്പര്യമില്ല. മീൻസ് നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ മതി, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് എന്താ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ജിയോ പോലുള്ളത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയപ്പെടുന്നത് വ്യത്യാസം കാര്യമില്ല. ജിയോ പോലുള്ളവർ സർവീസ് ബെറ്ററാക്കി ഏതാണ്ട് എൻ്റെ ഇന്ത്യയും ജിയോ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ബാങ്കിൻ്റെ കേസ്. മെജോറിറ്റി ബാങ്ക് ഇപ്പോൾ ഗവൺമെൻറ് ബേസ്ഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള സെൽഫ് ഉള്ള ബാങ്കുകളുണ്ട്, നാഷണലൈസ്ഡ് ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് വരുന്നത്. അവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലയൻസ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, യെസ് ബാങ്ക്, ഇപ്പോൾ നിങ്ങളുണ്ടോ യെസ് ബാങ്ക് പോലുള്ള കുറേ, എന്താണോ ഓക്കെ, ചെറിയ പ്രൈവറ്റ് ബാങ്കുകളുണ്ടാവും. ഈ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്നത്
നമ്മൾ ഒരു എന്താ പറയാ അവര് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് വേറൊരു രീതിയിലാണ്. നിങ്ങളോടിപ്പം അവർക്ക് നിങ്ങളെ വേണം, എന്നാൽ അവർക്ക് ക്യാഷും വേണം. സമയത്ത് ഒരു സെക്കൻഡ്, എന്താ വെള്ളം വേണം? എടുത്തോട്ട് തരാം ക്ലാസ്സിൽ. ഓക്കെ, ഭക്ഷണം കഴിക്കാം. അപ്പോഴേ ഞാൻ നിങ്ങൾക്കൊരു PPT ഞാൻ അയച്ചു തരാം. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പും കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ക്ലാസിഫിക്കേഷൻ അത് ഇത്രയും വൈഡായിട്ട് വേണ്ട. എന്നിരുന്നാലും എന്താണ് കറണ്ടൊക്കെ പോകണം? കോളേജ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കറണ്ടൊക്കെ പോട്ടോ, ഹോസ്പിറ്റലാണെന്നുണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു PPT അയച്ചു തരാം. ആ PPTക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത്രയൊന്നും ഡെപ്തിൽ വേണ്ട. നിങ്ങൾ കസ്റ്റമറും കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ എത്തിക്കൽ ആസ്പെക്ട്സും കൂടി നിങ്ങൾ നോക്കുക. കാരണം അതിൻ്റെ അകത്തൊരു എത്തിക്കൽ സൈഡുണ്ട്. എക്സാമിന് എനിക്ക് തോന്നുന്നു എൻ്റെ എത്തിക്സ് സൈഡ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കട്ടെ, നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി എങ്ങനെ ഏത് ആംഗിൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തൽക്കാലം അതിൻ്റെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് തമ്മിലൊരു റൈറ്റപ്പ് നോട്ട് എഴുതി. എങ്ങനെ വേണം ഒരു സക്സസ്ഫുൾ ബാങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്, എങ്ങനെ ക്യാരി ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സുകൾ എടുക്കണം, ഒരു കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വാട്ട് ആർ ദ നെസസറി സ്റ്റെപ്സ് ടേക്കിംഗ് ഡൗൺ ഫോർ ഇംപ്രൂവിങ് ദ കസ്റ്റമർ സർവീസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ടു ബാങ്ക്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് എഴുതി വെക്കുക. ലിങ്ക് ഇന്നത്തേക്കല്ല, ഈ ആഴ്ചത്തേക്ക് എപ്പോഴും വെക്കുന്ന രീതിയിൽ ആ ലിങ്ക് പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, 62 പേര് ഇപ്പോൾ പ്രസന്റ് ആണ്. പാർത്ഥിവ ഒരു സ്ക്രീൻഷോട്ട് വല്ലതും എടുത്ത് വെച്ചാരെ ഈ 62 പേരുടെ. എന്നിട്ട് നിങ്ങളത് എഴുതി സമാധാനത്ത് വെച്ചാൽ മതി കേട്ടോ. ഇറങ്ങിക്കോ, കിട്ടോ. സാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടല്ലേ പോണ്ടേ? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോടാ. പെട്ടെന്ന് ആള് കൂടിയല്ലേ. 55, 56, 57. ഞാനെങ്കിൽ എക്സിറ്റ് അടിച്ചോട്ടെ സാർ? ഓക്കെ സാർ, ഞാൻ ഇറങ്ങണേ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോവാളെ, അല്ലെ അറ്റൻഡൻസ് പാർട്ടിന് കൊടുത്തിട്ട് പോയാൽ കേട്ടോ. എടാ എല്ലാവരും ലീവ് ആയിക്കോ.